ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കെല്ലാം പരിചയമുള്ള ഒരു ഔഷധ ചെടിയാണ്. കുപ്പയിൽ വളരുന്നത് കൊണ്ടാണോ മേനിയിലെ കുപ്പയെ നീക്കം ചെയ്യുന്നത് കൊണ്ടാണോ അറിയില്ല, ഇതിന് കുപ്പമേനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ ഔഷധ ഗുണം അറിഞ്ഞാൽ ഇത് കുപ്പയിൽ വളരേണ്ടതല്ല, വീട്ടിൽ നട്ട് വളർത്തേണ്ടതാണ്. ഈ ചെടിയുടെ പൗഡറും ഇതുപയോഗിച്ചുള്ള സോപ്പുകളും ഇന്ന് വിപണിയിൽ ഉണ്ട്. ആമസോണിൽ ഇതിൻ്റെ പൗഡറിന് 1000 രൂപയോളം വിലയുണ്ട്. നന്നായിട്ട് പൂത്തു കഴിഞ്ഞാൽ തുളസി പൂത്ത പോലെ നിറയെ പൂക്കളും ഉണ്ടാകും. നല്ലോണം പൂത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയും പൂവും തണ്ടും എല്ലാം ചേർത്ത് പൗഡറാക്കി മരുന്നായിട്ട് ഉപയോഗിക്കാം. 30ഓളം രോഗങ്ങൾക്ക് ഇത് മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ. പൂച്ചമയക്കി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. വേരോടുകൂടി പിഴുത് പൂച്ചയുടെ മുന്നിലിട്ട് കൊടുത്താൽ അതിൻ്റെ വേരിനെ ഫുള്ളായിട്ട് കഴിച്ച് ബാക്കിയുള്ള ഭാഗത്ത് ചുറ്റിക്കറങ്ങി നടക്കും പൂച്ച. അതുകൊണ്ട് തന്നെ പൂച്ചമയക്കി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കൃമിയെ നശിപ്പിക്കാനും നീര്, വേദന എന്നിവ കുറയ്ക്കാനും ഇവ സഹായിക്കുന്നുണ്ട്. ഇലയരച്ച് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അതായത് ശരീരത്തിനകത്ത് വിഷപദാർത്ഥങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അതിനെ ഛർദ്ദിപ്പിച്ച് കളയാൻ ഇത് ഉപയോഗിക്കാറുണ്ട് ആയുർവേദത്തിൽ. മുഖത്തുണ്ടാകുന്ന രോമ വളർച്ച മാറാൻ ഇത് മഞ്ഞൾ ചേർത്ത് അരച്ച് പുരട്ടാവുന്നതാണ്. വളരെ എളുപ്പം തന്നെ രോമ വളർച്ച പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കും. ദേഹത്തുണ്ടാവുന്ന ചിരങ്ങ്, ചൂടുകുരു, കറുത്ത പാടുകൾ എന്നിവയ്ക്കെല്ലാം ഉത്തമമായിട്ടുള്ള മരുന്നാണ് ഇത്. കഴുത്തിന് ചുറ്റും, കൈമുട്ട് എന്നിവയിലെ കറുത്ത പാടുകൾ മാറാൻ ഇത് ശുദ്ധമായ വെളിച്ചെണ്ണയിലിട്ട് കാച്ചി പുരട്ടിയാൽ മതി. ഇതിൻ്റെ ഇല തണലത്തിട്ട് ഉണക്കി പൗഡറാക്കി കടലമാവ് ചേർത്ത് കുളിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുൻപ് ദേഹത്ത് തേച്ച് പിടിപ്പിക്കുക. ശേഷം കുളിച്ചു കഴിഞ്ഞാൽ ദേഹത്തുണ്ടാവുന്ന പല അസുഖവും മാറിക്കിട്ടും. ഒടിവ്, ചതവ് എന്നിവ ഉള്ളിടത്ത് ഇത് അരച്ച് പുരട്ടാം. കൃമിയെ നശിപ്പിക്കാനും നീര്, വേദന എന്നിവ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ശ്വാസകോശ രോഗങ്ങൾ, ചുമ, ന്യൂമോണിയ, വാതരോഗം എന്നിവയ്ക്ക് ഉപയോഗിക്കാം. ചെവി വേദന ശമിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. സന്ധിവാതമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയും വേരും എല്ലാം ചേർത്ത് എണ്ണ കാച്ചി വേദന ഉള്ളിടത്ത് പുരട്ടാം. ഗർഭാശയത്തിൽ, കുടൽ, മൂക്ക് എന്നിവയിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മിക്ക മരുന്നുകളിലെയും അസംസ്കൃത വസ്തു ഇതാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാലുണ്ണിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഇത്. അക്കാലിഫ ഇൻഡിക്ക എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. പുഴുക്കടി പോലുള്ള ചൊറിച്ചിലോട് കൂടിയ ത്വക്ക് രോഗങ്ങൾക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ. നമ്മൾ ശാസ്ത്രത്തിൻ്റെ പുറകെ പോകുന്ന സമയം കൊണ്ട് നമ്മൾ ചവിട്ടി നടക്കുന്ന പല ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ഒത്തിരി സന്തോഷത്തോടു കൂടി നിങ്ങളിൽ ഒരാളായ ഞാൻ. എല്ലാവർക്കും എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.